നരം വർഷീയാംസം നയനവിരസം നർമ്മസുജഠം തവാപാംഗാലോകേ പതിതമനുധാവന്തി ശതശഃ. ഗളദ്വേണീബന്ധാഃ കുചകലശവിസ്ത്രസ്തസിചയാ ഹഠാത്രുട്യത്കാഞ്ചോ വിഗളിതദുകൂലാ യുവതയഃ. പദാനുപദം. വർഷീയാംസം അതിവൃദ്ധനായി, നയനവിരസം കാഴ്ച കുറഞ്ഞവനായി, നർമ്മസു നർമ്മസല്ലാപങ്ങളിൽ, ജഡം വിരക്തനായി ഇരുന്നാലും, തവ ഭവതിയുടെ, അപാംഗാലോകേ കടക്കൺനോട്ടത്തിൽ, പതിതം നരം അകപ്പെട്ട പുരുഷനെ, ശതശഃ യുവതയഃ നൂറ്റുകണക്കിലുള്ള യുവതികൾ, ഗളദ്വേണീബന്ധാഃ അഴിഞ്ഞ തലമുടിയോടും, കുചകലശവിസ്ത്രസ്തസിചയാഃ കുചകുംഭങ്ങളിൽ നിന്നും വഴുതിയ അംഗവസ്ത്രത്തോടും, ഹഠാത് പെട്ടെന്നു, ത്രുട്യത്കാഞ്ചഃ ചിതറിവീണ അരഞ്ഞാണുകളോടും, വിഗളിതദുകൂലാഃ അഴിഞ്ഞു വീഴുന്ന പട്ടുടയാടകളോടും കൂടിയവരായി, അനുധാവന്തി തുടർന്നു ചെല്ലുന്നു. വിവർത്തനം. ഭവതിയുടെ കടാക്ഷത്തിനു വിഷയമായി തീർന്ന ഒരുവൻ എത്ര തന്നെ വൃദ്ധനോ കാഴ്ച കുറഞ്ഞവനോ നർമ്മസല്ലാപങ്ങളിൽ വിരക്തനോ ആയിരുന്നു കൊള്ളട്ടെ, അവനെ അസംഖ്യം തരുണീമണികൾ അഴിഞ്ഞുലഞ്ഞ കേശപാശത്തോടും, കൊങ്കത്തടങ്ങളിൽ നിന്നു വഴുതിവീണ മേൽവസ്ത്രത്തോടും, ബദ്ധപ്പാട്ടിൽ ചിതറിവീണ അരഞ്ഞാണോടും, കുത്തഴിഞ്ഞ പട്ടുടയാടകളോടും കൂടി കാമാർത്തകളായി പിന്തുടർന്നു ചെല്ലുന്നു. ജയ് ജയ് ശ്രീ രാധേശ്യാം.